നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് 75 വയസ്സ്. ഭരണഘടനാ അവകാശങ്ങളുടെ കാവലാളാണെന്ന് രാഷ്ട്രപതി. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ച കേന്ദ്രം. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ മരണം. രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആത്മകഥ ചോർന്നത് ആസൂത്രിതമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം E.P. ജയരാജൻ. തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുവാൻ ശ്രമം. ട്രംപിനെതിരായ കേസ് പിൻവലിക്കുവാൻ കോടതി അനുമതി. വാർത്തകൾ വിശദമായി. ഭരണഘടന അവകാശങ്ങളുടെ കാവലാളാണെന്നും സമൂഹത്തിന്റെ നെടുംതൂണാണെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭരണഘടനാ ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടന. സമൂഹത്തിന്റെ നെടുംതൂണാണ് ഭരണഘടന. ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാജ്യത്തിന് അഭിമാന നിമിഷമാണെന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ഭരണഘടന നൽകുന്ന സുരക്ഷിതത്വം താഴെത്തട്ടിൽ വരെ ഉറപ്പുവരുത്തുന്നുവെന്നും വസുദൈവ കുടുംബം എന്ന ആശയത്തെ മുറുകെ പിടിക്കുന്നുവെന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടിയാണ് ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. അടിസ്ഥാന മൂല്യവും അടിസ്ഥാന കർത്തവ്യവും ഭരണഘടന ഓർമ്മപ്പെടുത്തുന്നു. വനിതാ സംവരണ ബില്ലിലൂടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത ഉറപ്പാക്കാനായെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രിയും ലോക്സഭ, രാജ്യസഭ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ സ്മാരക നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പുറത്തിറക്കി. സംയുക്ത സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യവും പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖർഗെയെയും വേദിയിലിരുത്താമെന്ന് സർക്കാർ സമ്മതിച്ചതോടെ സഖ്യ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ അത്ഭുതമായ ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷ നിറവിലാണ് രാജ്യം. വിശ്വാസ വൈവിധ്യം കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒറ്റ കുടക്കീഴിൽ നിലനിർത്തുന്ന ശക്തിയായി ഭരണഘടന നിലകൊള്ളുന്നു. 1946 ഡിസംബർ 9 തുടങ്ങി 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ 165 ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ 2473 ഭേദഗതികളോടെ ഭരണഘടന അതിന്റെ അന്തിമ രൂപത്തിലേക്ക് മിനുക്കി എഴുതി. ഇറ്റാലിയൻ കാലിഗ്രഫിയിൽ പ്രേം ബിഹാരി നാരായണൻ റായ്സാദയുടെ കൈപ്പടയിലായിരുന്നു അതിന്റെ ആദ്യ കോപ്പി. 51 ദിവസം തുടർച്ചയായി എഴുതി പൂർത്തീകരിച്ച ഈ കയ്യെഴുത്ത് പ്രതിയുടെ പേജുകളിൽ ശാന്തി നികേതനിലെ പ്രൊഫസറായ നന്ദലാൽ ബോസും ശിഷ്യരും ചേർന്നാണ് അലങ്കാര പണികൾ ചെയ്തത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി വിധി പറയുവാൻ മാറ്റി. അടുത്ത മാസം 3-നായിരിക്കും വിധി പ്രസ്താവിക്കുക. പ്രതിയുടെയും സാക്ഷിയുടെയും ഫോൺ കോൾ രേഖകൾ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ ശേഖരിച്ച് സൂക്ഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ, BSNL, വോഡഫോൺ അധികൃതർ എന്നിവർക്ക് നിർദ്ദേശം നൽകണമെന്നും കുടുംബം ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു. PP ദിവ്യ, ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ ഫോൺ രേഖകൾ സംരക്ഷിക്കണമെന്നാണ് അപേക്ഷ. ദിവ്യയുടെയും കളക്ടറുടെയും സ്വകാര്യ ഫോണിലെ വിളികളുടെ രേഖകൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവീൻ ബാബു മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടും തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒന്നും ചെയ്യുന്നില്ലെന്നും PM സജിത മുഖേന നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. അതേസമയം കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ പോലീസിനെ മൊഴി നൽകിയ അതേ വിവരങ്ങൾ SITക്കും നൽകിയതായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങ് നടന്ന ദിവസമാണ് കണ്ണൂർ പോലീസ് മഞ്ജുഷയുടെയും പ്രവീൺ ബാബുവിന്റെയും മൊഴി രേഖപ്പെടുത്തിയത്. SIT രൂപീകരിച്ച് ആദ്യമായിരുന്നു മഞ്ജുഷയുടെ മൊഴി രേഖപ്പെടുത്താനെത്തുന്നത്. ഏകദേശം 2 മണിക്കൂറോളമാണ് മൊഴിയെടുപ്പ് നീണ്ടത്. ആത്മഹത്യയ്ക്ക് മുമ്പ് നവീൻ ബാബു എന്തൊക്കെയാണ് മഞ്ജുഷയോട്
ഫോണിൽ സംസാരിച്ചതെന്നാണ് പ്രധാനമായും അന്വേഷിച്ചത്. കണ്ണൂർ കളക്ടർ അരുൺ വിജയനെ വിശ്വാസമില്ലെന്നും മഞ്ജുഷ SITയോട് പറഞ്ഞിരുന്നു. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ചു കേന്ദ്രം. അമിത്ഷാ ചെയർമാനായുള്ള ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1215.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ഉത്തരാഖണ്ഡിന് 139 കോടി രൂപയും ഹിമാചൽ പ്രദേശിന് 139 കോടി രൂപയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപയുമാണ് അനുവദിച്ചത്. കർണാടകത്തിനും കേരളത്തിനും 72 കോടി വീതവും തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതവും അനുവദിച്ചു. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത പ്രതിരോധ പരിശീലനത്തിനായി എല്ലാ സംസ്ഥാനങ്ങൾക്കും 115.67 കോടി രൂപ അനുവദിച്ചു. 7 നഗരത്തിൽ പ്രളയ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ 3075.65 കോടി രൂപ ഇതേ സമിതി അനുവദിച്ചിരുന്നു. ഈ വർഷം വിവിധ സംസ്ഥാനങ്ങൾക്കായി 21,476 കോടി രൂപ അനുവദിച്ചെന്നും കേന്ദ്രം വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ധനസഹായം നൽകാൻ കേന്ദ്രം ഉറപ്പു നൽകിയതായി KV തോമസ് അറിയിച്ചത്. സഹായം സമയബന്ധിതമായി ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യത്തോടെയാണ് കേന്ദ്രമന്ത്രി ഇടപെട്ടതെന്നും KV തോമസ് വ്യക്തമാക്കി. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3ാം തവണയാണ് വയനാടിനെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KV തോമസ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രി പരിശോധിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും കേന്ദ്ര ധനകാര്യ സമിതിക്ക് മുൻപിലുണ്ടെന്നും KV തോമസ് പറഞ്ഞു. +2 കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഷാജിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ ED നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. +2 കോഴക്കേസിൽ എന്ത് തരം കേസാണ് ഇതെന്ന പരാമർശത്തോടെയാണ് ജസ്റ്റിസുമാരായ അഭയ് S. ഓക്ക, അഗസ്റ്റിൻ ജോർജ് എന്നിവർ അടങ്ങിയ ബെഞ്ച് ഹർജികൾ തള്ളിയത്. കേസിൽ ഇതുവരെ വിജിലൻസ് രേഖപ്പെടുത്തിയ 54 പേരുടെയും മൊഴികൾ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. മൊഴി നൽകിയവരിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഷാജി പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും പണം വാങ്ങിയോ എന്നും മൊഴി നൽകിയിട്ടുണ്ടോ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. അത്തരമൊരു മൊഴിയുണ്ടെങ്കിൽ അത് കാണിക്കാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പണം ആവശ്യപ്പെട്ടു, വാങ്ങി തുടങ്ങിയ മൊഴികളല്ല വേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. വിചാരണ കോടതിയാണ് ഷാജി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. എന്നാൽ ഈ ആവശ്യം അംഗീകരിച്ചാൽ ഏതൊരു രാഷ്ട്രീയക്കാരനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നതിന് തുല്യമാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തുടർന്നാണ് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചത്. കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഷാജിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ ED നൽകിയ ഹർജിയും സുപ്രീം കോടതി തള്ളി. 2014 അഴീക്കോട് സ്കൂളിലെ +2 ബാച്ച് അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2020 രജിസ്റ്റർ ചെയ്ത കേസ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നീരജ് കിഷൻ കൗളും സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷദ് വി ഹമീദുമാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. KM ഷാജിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ നിഖിൽ ഗോയൽ, അഭിഭാഷകൻ ഹാരിസ് ബീരാൻ എന്നിവരാണ് ഹാജരായത്. തൃശൂർ നാട്ടികയിൽ 5 പേരുടെ മരണത്തിന് കാരണമായ ലോറിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ലോറി ഉടമയ്ക്ക് നോട്ടീസ് നൽകും. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും. രാത്രികാല പരിശോധന കർശനമാക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാഹനമില്ലാത്തതാണ് റോഡിലെ പരിശോധനയ്ക്ക് തടസ്സം. വാഹനം ലഭ്യമാക്കണമെന്ന് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടതായും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു.
നാട്ടിക അപകടത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ മന്ത്രി MP രാജേഷ് ഏകോപിപ്പിക്കും. തടിലോറി നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞു കയറിയാണ് 2 കുട്ടികളടക്കം 5 പേർ മരിച്ചത്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. JK തിയേറ്ററിനടുത്ത് പുലർച്ചെ 4-നായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന തടിലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡൈവേർഷൻ ബോർഡ് ഡ്രൈവർ കാണാതിരുന്നതാണ് അപകട കാരണം. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ് ആണ് ക്ലീനർ. സംഭവത്തിൽ ഡ്രൈവറെയും ക്ലീനറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിലായിരുന്നു ഇവർ കിടന്നിരുന്നത്. ഈ ഭാഗം ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു. ഇവ തകർത്താണ് തടി കയറ്റിയെത്തിയ ലോറി ഇടിച്ചു കയറിയത്. ഗോവിന്ദപുരം സ്വദേശികളാണ് മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 3 മാസത്തോളമായി പ്രദേശത്ത് നിലയുറപ്പിച്ചവരാണ് വാഹനാപകടത്തിൽ മരിച്ചത്. മരിച്ചവർ ഒരു കുടുംബത്തിലുള്ളവരാണോ എന്ന് വ്യക്തമല്ല. 12 പേരടങ്ങുന്ന സംഘത്തിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ആത്മകഥ ചോർന്നത് ആസൂത്രിതമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എഴുതി പൂർത്തിയാവാത്ത പുസ്തകത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചതെന്നും EP ജയരാജൻ ചോദിച്ചു. താനൊരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ലെന്നും വളരെ അടുത്ത ബന്ധമുള്ള മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ എഴുതിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് എഡിറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും EP ജയരാജൻ വ്യക്തമാക്കി. എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മാധ്യമപ്രവർത്തകൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആത്മകഥ ചോർന്നതിനെ ഉത്തരവാദിത്തം DC ബുക്സിനാണെന്നും EP ജയരാജൻ പറഞ്ഞു. തനിക്കെതിരെ നടക്കുന്ന നീക്കം പാർട്ടിയെ തകർക്കാനാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. കരാറില്ലെന്നത് സത്യസന്ധമായ കാര്യമാണെന്നും തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആത്മകഥാ വിവാദം സൃഷ്ടിച്ചതെന്നും EP ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് എന്ന് പറഞ്ഞാണ് അത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യം വന്നത്. പിന്നെ എല്ലാ ചാനലുകളിലും വാർത്തയായി. തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അത്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടതെന്നും EP ജയരാജൻ വ്യക്തമാക്കി. പുസ്തക വിവാദത്തിൽ പബ്ലിക്കേഷൻസ് വിഭാഗം മാനേജർ AV ശ്രീകുമാറിനെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തിരുന്നു. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ EP ജയരാജനുമായി കരാറുണ്ടാക്കിയിട്ടില്ലെന്നാണ് DC ബുക്സ് ഉടമ DC രവി പോലീസിന് നൽകിയ മൊഴി. ഇതിന് പിന്നാലെയായിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ DC പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്ന് DC തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിശദീകരണവും നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജർമ്മനി. മെട്രോ സ്റ്റേഷനുകൾ എയർ റെയ്ഡ് ഷെൽട്ടറുകളായി പരിഗണിച്ചുകൊണ്ടാണ് ജർമ്മനി സുരക്ഷ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പല കെട്ടിടങ്ങളും ബങ്കറുകളാക്കി മാറ്റുകയാണ്. നേരത്തെ പൊതുബങ്കറുകളുടെ എണ്ണം കുറയ്ക്കാനായിരുന്നു ജർമ്മനിയുടെ ശ്രമം. 2007 ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമില്ലെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. എന്നാൽ റഷ്യയുടെ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളും മറ്റ് രാജ്യങ്ങൾക്കെതിരായ ഭീഷണികളും ജർമ്മനിയിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഫെഡറൽ ഓഫീസ് ഫോർ സിവിൽ പ്രൊട്ടക്ഷന്റെ കണക്കനുസരിച്ച് 579 പൊതു ഷെൽട്ടറുകൾ മാത്രമേ രാജ്യത്ത് ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. 8.44 കോടി ജനങ്ങളുടെ രാജ്യത്ത് 5 ലക്ഷം പേരെ മാത്രമേ ഈ ഷെൽട്ടറുകളിൽ ഉൾക്കൊള്ളാൻ കഴിയൂ. വലിയ രീതിയിലുള്ള ബങ്കർ ശൃംഖല പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നതിനാൽ ഹോം ഷെൽട്ടറുകളെയാണ് നിലവിൽ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പോളണ്ടിലെ ഔദ്യോഗിക ബോംബ് ഷെൽട്ടറുകൾക്ക് 3 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. തുരങ്കങ്ങളും മെട്രോ സ്റ്റേഷനുകളും പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങളും അധികാരികൾ സജ്ജമാക്കിയിട്ടുണ്ട്. 276 ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ ബങ്കറുകൾ തയ്യാറാക്കി UK-യും സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറഞ്ഞതുപോലെയാണ് മാധ്യമങ്ങൾ ഇന്നലെ ചില വാർത്തകൾ നൽകിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പണിയെല്ലാം എടുക്കുന്നയാളാണെന്ന് പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്നിട്ടും ഈ വാർത്തകൾ തുടരുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തു തീർത്തുവെന്ന ആത്മവിശ്വാസമുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വിജയമാണ് തന്റെ ലക്ഷ്യം. കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ വേണ്ട. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കൗൺസിലറെയെങ്കിലും കൂടുതലായി ജയിപ്പിക്കാൻ VD സതീശനോട് പന്തയം വെക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കും. താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരെ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടും കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും ഇരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. പ്രമീള ദേവി ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നും ശോഭ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്? നേതൃത്വത്തിൽ മാറ്റം വേണ്ടിവരുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകിയില്ല. അതിനെ വ്യക്തമായ മറുപടി കുമ്മനം രാജശേഖരൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെക്കാൾ വലിയ ആളല്ല താനെന്നും ശോഭ വ്യക്തമാക്കി. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ക്രിമിനൽ കേസുകൾ റദ്ദാക്കി. കേസുകൾ പിൻവലിക്കണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജാക്ക് സ്മിത്ത് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുവാൻ ശ്രമിച്ച കേസാണ് റദ്ദാക്കിയത്. ജനുവരി 20 പുതിയ പ്രസിഡന്റിനായി സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് 2020 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഗൂഢാലോചന നടത്തിയെന്ന 4 ആരോപണങ്ങൾ തള്ളിക്കളയാനായിരുന്നു പ്രത്യേക അഭിഭാഷകൻ ജാക്ക് സ്മിത്ത് തിങ്കളാഴ്ച ഫെഡറൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടത്. സിറ്റിംഗ് പ്രസിഡന്റുമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലെന്ന അമേരിക്കയുടെ ദീർഘകാല നയമനുസരിച്ച് ട്രംപിനെ ഇനി വിചാരണ ചെയ്യാൻ കഴിയില്ലെന്ന അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ട്. വിഷയത്തിൽ പ്രതികരണവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. നീതിന്യായ വ്യവസ്ഥയെ ആയുധമാക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്ന വലിയ ജനവിധിയോടെ അമേരിക്കൻ ജനത പ്രസിഡന്റ് ട്രംപിനെ വീണ്ടും തെരഞ്ഞെടുത്തു. ട്രംപിനെതിരായ ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ കേസുകൾ അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഇന്നത്തെ തീരുമാനം നിയമവാഴ്ചയുടെ വലിയ വിജയമാണ്. അമേരിക്കൻ ജനതയും പ്രസിഡന്റ് ട്രംപും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയ ആയുധമാക്കുന്ന നടപടി ഉടനടി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ട്രംപിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ സ്റ്റീവൻ ചിയുങ് പ്രതികരിച്ചത്. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തിയപ്പോൾ 2020 കേസ് ട്രംപ് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ നിയമപരമായ ഭീഷണി എന്ന നിലയിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പ്രസിഡന്റ് ആയിരിക്കെ ചെയ്ത കാര്യങ്ങൾ പ്രോസിക്യൂഷനെ ബാധകമല്ലെന്ന വാദം ഉന്നയിച്ചായിരുന്നു ട്രംപ് ഈ കേസുകളെ കോടതിയിൽ നേരിട്ടത്. ഇതിന് പിന്നാലെ മുൻ പ്രസിഡന്റുമാർക്ക് പ്രോസിക്യൂഷനിൽ നിന്ന് വിശാലമായ പ്രതിരോധമുണ്ടെന്ന് കഴിഞ്ഞ ജൂലൈയിൽ US സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. കുറ്റപത്രത്തിലെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോയെന്ന് നിർണയിക്കാനും ഉണ്ടെങ്കിൽ വിചാരണ തുടരാനും US ജില്ലാ ജഡ്ജി താന്യ ചുട്കനോട് US സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ബ്രിട്ടനിൽ ബെർട്ട് കൊടുങ്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും. സൗത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും 100 മില്ലിമീറ്ററിലധികം മഴ പെയ്തു. കാർഡിഫും വെസ്റ്റ് യോർക്ക്ഷയറും ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ മുങ്ങി. ശക്തമായ കാറ്റിൽ മരം വീണ് ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വെയിൽസിൽ സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും മുൻകൈയെടുക്കുന്ന എമർജൻസി സർവീസുകളോട് താൻ കടപ്പെട്ടിരിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തന്റെ പോസ്റ്റിൽ കുറിച്ചു. വെൽഷ് ഹസ്റ്റ് മിനിസ്റ്ററായ എലുനെറ്റ് മോർഗനുമായി താൻ സംസാരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടുങ്കാറ്റിന്റെ ഫലമായുള്ള വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്നത് ഇത് 2ാം തവണയാണെന്നും എന്നാൽ കഴിഞ്ഞ തവണത്തെ ദുരിതത്തിന് ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിച്ചതിനാൽ ഇത്തവണ കൂടുതൽ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായും വെൽഷ് മിനിസ്റ്റർ മോർഗൻ വ്യക്തമാക്കി. നോർത്ത് വെയിൽസിലെ കോൺവി നദിയിൽ കാണാതായ 75-കാരനായ ബ്രയാൻ പെറിയുടെ മൃതദേഹം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. അതേസമയം പടിഞ്ഞാറൻ സ്കോട്ട്ലാൻഡിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരമേഖലകളോട് ചേർന്ന് മണിക്കൂറിൽ 65 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ശക്തിയിൽ മഴ പെയ്യുമെന്നാണ് സൂചന. ശക്തമായ കാറ്റിന് പിന്നാലെ ലണ്ടനിലെ റോയൽ പാർക്കുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഷെഫീൽഡിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിൻ 5 മണിക്കൂർ വൈകി. തുടർന്നുള്ള ട്രെയിൻ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. സൗത്ത് വെയിൽസിൽ പോണ്ടിപ്രെഡ്, എബ്വെയിൽ, അബർഡെയർ എന്നിവയുൾപ്പെടെ പ്രദേശത്തുടനീളമുള്ള പട്ടണങ്ങളിൽ വെള്ളപ്പൊക്കം ഉയർന്നതിനാൽ റോണ്ട സൈനോൺ ടാഫ് കൗണ്ടി ബറോ കൗൺസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പലയിടങ്ങളിലും യാത്രാ നിയന്ത്രണങ്ങളും ഉണ്ട്.
ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.